ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും ദൈവവചനം കേൾക്കുവാൻ ഇടയാക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 35 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 2 ശമൂവേൽ 20 അധ്യായം 1 വാക്യം. ശേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. എഫ്രയീം മലനാട്ടിൽ ജീവിച്ചിരുന്ന ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനാണ് ശേബ. 7 പ്രതിജ്ഞ ഇവയൊക്കെയാണ് ശേബ എന്ന പേരിൻ്റെ അർത്ഥം. ശേബയുടെ പിതാവ് ബിക്രി ദാവീദിനെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. ബിക്രി ഒരു കുലത്തലവനും ആയിരുന്നു. വേദപുസ്തകത്തിൽ ശേബയെ വിശേഷിപ്പിച്ചിരുന്നത് നീചൻ എന്നായിരുന്നു. ശേബ എന്ന പേര് മറ്റൊരു വ്യക്തിക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതൊരു സ്ഥലനാമമായും ഉപയോഗിച്ചു വന്ന പേരായിരുന്നു. ഇന്ന് ശേബ എപ്രകാരമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, രാജ്യത്തിന് ഭീഷണിയായി തീർന്ന ശേബ. അബ്ശാലോമിനെ കുറിച്ചുള്ള വിലാപകാലം കഴിഞ്ഞ് ദാവീദ് യെരൂശലേമിലേക്ക് മടങ്ങുമ്പോൾ ശേബ കാഹളമൂതി. ദാവീദിങ്കൽ നമുക്ക് ഓഹരിയും അവകാശവുമില്ല എന്ന് പറഞ്ഞ് ദാവീദിനെതിരെ കലാപമുണ്ടാക്കി. അതിലൂടെ യഹൂദ ഗോത്രമൊഴികെയുള്ള സകല ഗോത്രങ്ങളും ശേബയുടെ പക്ഷം ചേർന്നു. അതിനാൽ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും എന്ന് അവിടെ ദാവീദ് പറയുന്നുണ്ട്. 2 ശമൂവേൽ 20 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനൻ്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറയുന്ന ദാവീദിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ശേബ ആ രാജ്യത്തിന് തന്നെ അവിടെ ഭീഷണിയായിട്ട് തീരുന്നു. രണ്ടാമതായി, എന്നേക്കുമായി ശേബയെ ഇല്ലായ്മ ചെയ്യുന്ന ജനങ്ങൾ. യെരൂശലേമിലെത്തിയ ദാവീദ് യോവാബിൻ്റെയും അബീശായിയുടെയും സഹായത്തോടെ ശേബയെ പിന്തുടർന്നു പോയി. അങ്ങനെ ശേബ ബേത് മാഖയോട് ചേർന്ന ആബേൽ എന്ന നഗരത്തിൽ അഭയം തേടി. എന്നാൽ അവിടെ എത്തിയ യോവാബ് ആ നഗരത്തെ നിരോധിക്കുകയും ആ സമയത്ത് ആ ദേശവാസികൾ ശേബയുടെ തല വെട്ടി മതിലിനു മുകളിലൂടെ യോവാബിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ജനങ്ങൾ ആ നഗരത്തെ രക്ഷിച്ചു. അബ്ശാലോം രാജാവിന് മാത്രം ഭീഷണിയായിരുന്നെങ്കിൽ ശേബ രാജ്യത്തിന് മുഴുവനും ഭീഷണിയായിത്തീരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ നീചനായ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനത്തിന് ഉതകുന്നതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാനായി നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും എന്നും എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് പ്രയോജനത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. ആമേൻ.